ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. VSSC നേരിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചത്. സിജോ വി ജോൺ ചേരുന്നു വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. സിജോ, നമ്മളെല്ലാവരും അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ പാളികൾ പഴയത് തന്നെയാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന പോലെ ഈ പാളികൾ കടൽ കടന്നു പോയോ എന്നുള്ളത്. പോറ്റിയും കൂട്ടരും പലയിടങ്ങളിലായി ഇത് പൂജയ്ക്കെല്ലാം കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ എന്താണ് വിവരങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ VSSC കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്തായാലും നിർണായകമായ ഒരു പരിശോധന റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. നമ്മൾ കുറേ നാളായി ചോദിക്കുന്നുണ്ട്, ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും മാത്രമാണോ കടത്തിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിലൂടെ. കാരണം ഇത് എത്രത്തോളം സ്വർണം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ദ്വാരപാലക ശില്പമല്ലാതെ കട്ടിളപ്പാളി അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പരിശോധന നടത്തിയിരുന്നത്. നവംബർ 17-ാം തീയതിയാണ് ഇതിന്റെ പരിശോധന ആരംഭിക്കുന്നത്. 14 മണിക്കൂർ നീണ്ടുന്ന പരിശോധനയ്ക്ക് ശേഷമാണ് സംഘം അടങ്ങുകയും ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ ഈ നിലവിലുള്ള സ്വർണം എത്ര വർഷമായി ഉള്ള സ്വർണമാണ്, അതോടൊപ്പം ഇതിന്റെ ഒരു പ്യൂരിറ്റി ഒക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് കൂടുതൽ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ, കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തായാലും അറിയാം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പറയുന്നത് പോലെ VSSC നേരിട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇത് അന്വേഷണ സംഘത്തിന് ലഭ്യമാവേണ്ടതുണ്ട്. അതിനായി പ്രോസിക്യൂഷൻ വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കും. ആ ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ റിപ്പോർട്ട് കോടതിയുടെ അനുമതിയോടുകൂടി പരിശോധിക്കും. തുടർന്നാകും ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലറിയാൻ പറ്റുന്നത്, ഇത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കൊണ്ട് മാത്രം തീരുമോ, അതോ അതിനപ്പുറത്തേക്ക് വലിയ കൊള്ള ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുക. അത് ഈ റിപ്പോർട്ട് വിശദാംശങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും.